കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടായിരുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവമുഖമായിരുന്ന വി.ടി. ബൽറാം നേരിയ വോട്ടനുപാതത്തിലാണ് പരാജയപ്പെട്ടു പോകുന്നത്. തൃത്താലയുടെ ഹൃദയമിടിപ്പറിയാവുന്ന വി.ടി. ബൽറാം പാലക്കാട് വിജയിക്കുവാൻ സാധ്യതയേറെയുള്ള ഒരു സീറ്റിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കണം എന്ന വാദം പല അണികളും നേതാക്കന്മാരും ഉന്നയിച്ചപ്പോൾ അതിന് സാധ്യത ഏറെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലും പാലക്കാട്ടേക്ക് താൻ മത്സരിക്കാനില്ല എന്നും അവിടേക്ക് മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൃത്താലയിൽ തന്നെ പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന വി.ടി. ബൽറാം തന്നെ ആയിരിക്കണം 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയുടെ മുഖമായി കോൺഗ്രസിന്റെ മുഖമായി മത്സരിക്കുവാൻ പോകുന്നത് എന്ന് ഏകദേശം ഉറപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ തൃത്താലയിലെ കോൺഗ്രസ് മുഖമായി നിൽക്കുന്ന വി.ടി. ബൽറാമിന് എതിരായി പ്രാദേശിക തലത്തിൽ ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഗ്രൂപ്പ് സംവിധാനം തൃത്താലയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്, അത് ഉണ്ടാക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നൊരു വാദം പ്രാദേശിക തലത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ഉയർത്തുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ടി. ബൽറാമിന് വീണ്ടും വിജയിക്കുവാനുള്ള സാധ്യത ഏറെയാണോ കുറവാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും തൃത്താലയിൽ നടക്കുവാൻ പോകുന്നത് പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരിക്കുമെന്ന് പറയുവാൻ സാധിക്കും. അതിന് പ്രധാന കാരണങ്ങളിലൊന്ന് KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വി.ടി. ബൽറാം മറ്റ് ഒരുപാട് സാഹചര്യങ്ങളും മറ്റൊരുപാട് അവസരങ്ങളും വന്നിട്ടും തൃത്താലയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങളിൽ അടക്കം ഇടപെട്ടുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ സംസ്ഥാനത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന പ്രശ്നങ്ങളിൽ അടക്കം അദ്ദേഹം ഇടപെടുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന വി.ടി. ബൽറാമിനെ സംബന്ധിച്ച് തൃത്താലയിലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യുവമുഖമായി തൃത്താലയിൽ സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യതയേറെയുള്ളത് വി.ടി. ബൽറാമിന് തന്നെയാണ്. എന്നാൽ വി.ടി. ബൽറാം വീണ്ടും മത്സരിക്കുമ്പോൾ അവിടെ വിജയിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. വി.ടി. ബൽറാമിന് വിജയിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട് എന്ന വാദം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം മുതൽക്കൂട്ടായി നിൽക്കും വി.ടി. ബൽറാമിന് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, യുവമുഖങ്ങൾ പ്രാധാന്യം നൽകി മുൻപോട്ട് പോകുവാൻ സാധ്യതയേറെയുള്ള ഒരു നേതാവും വി.ടി. ബൽറാം ആകും എന്നും കണക്കുകൂട്ടലുകളുണ്ട്. അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുവാൻ പോകുന്നത് എം.പി. രാജേഷ് തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ആദ്യ അംഗത്തിൽ തന്നെയാണ് എം.പി. രാജേഷ് തൃത്താലയിലെ സിറ്റിംഗ് MLA ആയ വി.ടി. ബൽറാമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തൃത്താലയിൽ വിജയിച്ചു വരുന്നത്. ആ എം.പി. രാജേഷിനെ തന്നെ സിറ്റിംഗ് MLA എന്ന രീതിയിലും അപ്പോൾ തന്നെ സ്പീക്കറായും മന്ത്രിയായും ഒക്കെ ഇടതുപക്ഷത്തിന്റെ മുഖമായി തിളങ്ങി നിൽക്കുന്ന എം.പി. രാജേഷിനെ തന്നെ ഒരു തവണ മാത്രം മത്സരിച്ചു എന്ന ആനുകൂല്യം നൽകിക്കൊണ്ട് വീണ്ടും മത്സരിക്കുവാൻ അവസരം നൽകും. ആ മത്സരിക്കുവാൻ അവസരം നൽകുന്നത് തൃത്താലയിൽ തന്നെയായിരിക്കുമെന്നും നിസ്സംശയം പറയുവാൻ സാധിക്കും. അതായത് സ്ഥാനാർത്ഥി നിർണയമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു 90% ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, തൃത്താലയിൽ ഇക്കുറി നേർക്കുനേർ മത്സരിക്കുവാൻ പോകുന്നത് KPCC വൈസ് പ്രസിഡന്റായ കോൺഗ്രസിന്റെ യുവമുഖമായ വി.ടി. ബൽറാമും മറുതലയ്ക്കൽ ആദ്യ തവണ തന്നെ മത്സരിച്ച് വിജയിച്ച് കോൺഗ്രസിന്റെ തൃത്താല മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് മന്ത്രിയായും സ്പീക്കറായും ഒക്കെ ഇടതുമുഖമായി നിൽക്കുന്ന എം.പി. രാജേഷും തമ്മിലായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഇടതുപക്ഷം അവിടെ വിജയിക്കുവാൻ വേണ്ടി BJPയുമായി ഒരു കൂട്ടുകെട്ട് നടത്തിയെന്നുള്ളതാണ്. അവിടുത്തെ കണക്കുകളിൽ നിന്ന് ചില കാര്യങ്ങളാണ് ആ സമയങ്ങളിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. 2014 അവിടെ BJPക്ക് മാത്രമുണ്ടായിരുന്നത് 14,600 വോട്ടുകൾ മാത്രമായിരുന്നു. എന്നാൽ 2021 ആയപ്പോൾ അത് 12,500 വോട്ടുകളായി മാറുന്നു. 1,500 വോട്ടിന്റെ വ്യത്യാസം അവിടെ കാണുന്നു. 1,500 വോട്ട് കാണുന്നില്ല. അതായത് 3000 മുതൽ 3,500 വോട്ടിന്റെ വ്യത്യാസം അവിടെ എം.പി. രാജേഷ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ ഉണ്ടാകുന്നു. 3,616 വോട്ടിനായിരുന്നു അവിടെ എം.പി. രാജേഷ് വിജയിക്കുകയും ചെയ്തു. അതായത് കാണാതായിപ്പോയ അതേ കണക്കിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം.പി. രാജേഷ് വിജയിക്കുന്നു. അതിന്റെ അർത്ഥം BJPയും CPMും തമ്മിലൊരു ബന്ധമുണ്ടായിട്ടുണ്ട് എന്നുള്ള വാദമായിരുന്നു അന്ന് കോൺഗ്രസ് അവിടെ ഉയർത്തിയിരുന്നത്. എന്നാൽ ആ വാദത്തിനൊന്നും പ്രസക്തിയില്ല എന്നും എം.പി. രാജേഷിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ജനതയായിരുന്നു അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവന്നത് എന്ന കൃത്യമായ രീതിയിലുള്ള പ്രതികരണവും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, തൃത്താലയിൽ നടക്കുവാൻ പോകുന്നത് ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ്. 2021 പരാജയപ്പെട്ടു പോയതിന്റെ പ്രധാന കാരണത്തിലൊന്നായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്ന AKGക്കെതിരായി വി.ടി. ബൽറാം ഉയർത്തിയ ചില ആരോപണങ്ങളായിരുന്നു. സ്വന്തം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ വി.ടി. ബൽറാം ഉയർത്തിയ ആക്ഷേപത്തിന് മറുപടി നൽകിയേ മതിയാകൂ എന്ന് പിണറായി വിജയൻ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ തീരുമാനിച്ചതിന്റെ ഫലമായി ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചു എന്ന് ഇടതുപക്ഷം ആവശ്യപ്പെടുമ്പോൾ AKGക്കെതിരായി ശബ്ദിച്ചു എന്നതിന് മാത്രമല്ല, വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ചുവടുവെപ്പുകൾ പാർട്ടി നടത്തിയതിന്റെ ഫലമായിട്ടാണ്
BJP-യുമായി ഒരു സഖ്യമുണ്ടാക്കി കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയെന്ന് കോൺഗ്രസും അവകാശപ്പെടുന്നുണ്ട്. എന്തായാലും അതിൻ്റെ എല്ലാ മറുപടികളും നൽകുവാൻ VT ബൽറാം തയ്യാറാകുമ്പോൾ വീണ്ടും വേരിറക്കി ആഴത്തിൽ നിൽക്കുവാനുള്ള കരുത്ത് തൃത്താലയിൽ ഇടതുപക്ഷത്തിനുണ്ടെന്ന് ബോധ്യപ്പെടുത്തുവാൻ MP രാജേഷിനെയും കളത്തിലിറക്കുകയാണ് എങ്കിൽ 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായി തൃത്താല മാറുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും.